എല്ലാവർക്കും മലയാളം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോങ്കോങ് വേഴ്സസ് ഇന്ത്യ മാച്ചിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ടീമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നിരാശ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മാച്ചിൽ അതും തായ്ലാന്റിനെതിരെ 2 ഗോളിനാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, 2 ഓപ്പൺ ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റൺ കൊലോസിക്കും ചാൻതയ്ക്കും. അവരാണെങ്കിൽ അത് ഗോളും സ്കോർ ചെയ്തില്ല. ആ മാച്ചിലാണെങ്കിൽ ഒരു പോസിറ്റീവ് പോലും ഇന്ത്യൻ ടീമിനില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഹോങ്കോങ്ങിനെ നമ്മൾ നേരിടാൻ പോകുന്നത്. അതും AFC ഏഷ്യൻ ക്വാളിഫയേഴ്സ്, ഇമ്പോർട്ടന്റ് മാച്ചാണ്. തായ്ലാന്റിനെതിരെയാണെങ്കിൽ അത് ഫ്രണ്ട്ലി മാച്ചാണ്, നമുക്ക് വിടാം. പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് മാച്ചാണ്. ഇവരുടെ ഹെഡ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ മൊത്തം 16 മാച്ചുകൾ ഇവർ കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ അതിൽ 8 വിജയം ഉണ്ടായിരുന്നു, പിന്നെ 4 സമനില, ഹോങ്കോങ്ങിനൊപ്പം പിന്നെ 4 തോൽവിയും ഉണ്ടായിരുന്നു. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യൻ ടീം ജയിക്കുവോ തോൽക്കുവോ പോലും എനിക്കറിയില്ല. കാരണം ഒരു പോസിറ്റീവ് ഇല്ല. കഴിഞ്ഞ മാച്ചിൽ അവർക്ക് അത്രയും ട്രെയിനിങ് സെക്ഷനും ലഭിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇന്ത്യൻ പ്ലേയേഴ്സിൽ എല്ലാവർക്കും. AFC ഏഷ്യൻ ക്വാളിഫയേഴ്സിലെ നമ്മുടെ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ്, സിംഗപ്പൂർ, ഇന്ത്യ, ഹോങ്കോങ്. കഴിഞ്ഞ മാച്ചിൽ എല്ലാവരും സമനിലയായതുകൊണ്ട് നമുക്ക് ആശ്വാസം. എന്നാൽ ഈ വരുന്ന മാച്ചിൽ ഇന്ത്യക്ക് നിർബന്ധമായും ജയിക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യ ജയിക്കുവോ ഇല്ലയോ എന്ന് കളി കണ്ടാലേ അറിയുള്ളൂ. ജയിക്കണം ഇന്ത്യ. Fourth goal in 7 games for Ben Davis. Inside edge from the goal post.